രാഷ്ട്രീയ യുവജന അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾക്ക് സമരങ്ങൾ മാത്രമേ ഉള്ളൂ, സേവനമില്ലെന്ന് വിമർശിക്കുന്നവർക്ക് മറുപടി നൽകുകയാണ് തിരുവനന്തപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ജീവകാരുണ്യവും തങ്ങൾക്ക് വഴങ്ങുമെന്ന് തെളിയിക്കുകയാണ് തിരുവനന്തപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഒരു മാസം കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് 1 ലക്ഷം പേർക്കാണ് ഭക്ഷണം സൌജന്യമായി നൽകിയിരിക്കുന്നത്. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം. ഇതാണ് മെഡിക്കൽ കോളേജിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് ഡിവൈഎഫ്ഐ കണ്ടെത്തിയ പേര്. ജനുവരി 1-ന് 100 പൊതികൾ വിതരണം ചെയ്തായിരുന്നു തുടക്കം. ഇപ്പോൾ ദിനംപ്രതി 3500 മുതൽ 4000 വരെയായി. മെഡിക്കൽ കോളേജ്, ശ്രീചിത്ര, RCC എന്നിവിടങ്ങളിൽ ദൂരദിക്കുകളിൽ നിന്നും ചികിത്സയ്ക്കായി എത്തുന്നവർക്ക് ലഭിക്കുന്ന ആശ്വാസം ചെറുതല്ല. വലുപ്പച്ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരും 12 മണി മുതൽ ഈ നീണ്ട നിരയുടെ ഭാഗമാകുന്നു. സഹായമല്ലേക്കളത്, അല്ലെങ്കിൽ നമ്മൾ 60 രൂപ കൊടുക്കാൻ നമുക്കിത് കിട്ടുമോ? ഞങ്ങൾ എത്ര രോഗികൾ കിടക്കണതാണ്. നല്ല സഹായമാണ്. നിങ്ങൾക്ക് ദൈവം മോശം തരട്ടെ. നല്ല ഭക്ഷണമാണ്. ഞങ്ങൾ 11 ദിവസം ഇത് തന്നെ മേടിച്ച് ഞങ്ങൾ കഴിയുന്നുണ്ട്. ഉച്ചയ്ക്ക് സഹായം തന്നെ, അത് നമ്മൾ നന്ദി പറയാൻ. ഓരോ ദിവസവും ഓരോ മേഖലാ കമ്മിറ്റികൾക്കാണ് പൊതിച്ചോറുകൾ തയ്യാറാക്കുന്ന ചുമതല. ഈ ദിവസം ആര്യനാട് മേഖലാ കമ്മിറ്റിക്കായിരുന്നു. ഞങ്ങളിത് ഒരു മുൻകൂട്ടി തയ്യാറാക്കി ഇത് സഹകരിക്കാൻ തയ്യാറാകുന്ന മുഴുവൻ ആളുകളുടെയും വീടുകളിൽ സന്ദർശനം നടത്തി ഞങ്ങൾ അവരോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളൊരു നേരത്തെ ഭക്ഷണം ഞങ്ങൾക്ക് തരാൻ തയ്യാറാകണമെന്ന്. അത് തയ്യാറാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുന്നു. പ്ലാസ്റ്റിക് ഒഴിവാക്കണം എന്നതു മാത്രമാണ് പൊതിച്ചോറുകൾ നൽകുന്നവരോടുള്ള ഏക നിബന്ധന. മാനുഷം എന്ന പേരിൽ പുറത്തിറക്കിയ രക്തദാന മൊബൈൽ ആപ്ലിക്കേഷനു പിന്നാലെ പൊതിച്ചോർ പദ്ധതിയും സ്വീകരിക്കപ്പെടുന്നതിന്റെ ആവേശത്തിലാണ് ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ക്യാമറാമാൻ ജോർജ് തോമസിനൊപ്പം തനേഷ് തമ്പി, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.